നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു അന്തിയുറങ്ങാൻ കൂരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവർക്ക് നല്ല അടച്ചുറപ്പുള്ള, ആരുടെ മുന്നിലും തൻ്റെ വീടാണ് എന്ന് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വീട് സ്വന്തമായി ഉണ്ടാവുക എന്ന ധാരണയിൽ നിന്നാണ്, ആ ചിന്തയിൽ നിന്നാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 5 ലക്ഷത്തിൽ പരം വീടുകളാണ് ആ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ, കർഷകർ, ദീർഘകാലമായി ഭൂമി കൈവശം വെച്ച് വരുന്നവർ, ഭൂമിയുടെ അവകാശം കയ്യിലില്ലാത്തവർ, രേഖപ്രകാരം ഭൂമി അവരുടേതാണെന്ന് തെളിയിക്കാനൊരു കാര്യവും കയ്യിലില്ല, അങ്ങനെയുള്ളവർക്ക് 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ പട്ടയം നൽകുന്ന നിലയുണ്ടായത്. രാജ്യത്ത് സർക്കാർ പല പൊതുകാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. അവിടെയാണ് കേരളം വേറിട്ട് നിന്ന് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും മറ്റും കൂടുതൽ ജനസൗഹൃദമാക്കി പാവപ്പെട്ടവർക്ക്, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും താങ്ങായി മാറുന്ന മേഖലകളാക്കി മാറ്റിയത്. വിസ്താര ഭയത്താലാണ് അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. രാജ്യത്ത് വൈദ്യുതി മേഖല എല്ലായിടവും മറ്റെല്ലായിടവും സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ്. LDF ആണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ആ രംഗം സ്വകാര്യവൽക്കരിക്കാതിരുന്നത്? ഇവിടെ പൊതുമേഖല രാജ്യത്താകെ തകരുമ്പോൾ കേരളത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നു, കരുത്താർജിച്ചിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നല്ല ദിനങ്ങൾ, അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. പ്രതിശീർഷ വരുമാനമെടുത്താൽ നല്ല വർധനവ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ UDF സർക്കാർ കേരളത്തിൽ ഒരു മാറ്റം വേണമെന്ന് പൊതുവെ ചിന്തിച്ചതിൻ്റെ ഭാഗമായാണല്ലോ UDF സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാർ കൊണ്ടുവരുന്ന മാറ്റം ഏത് രീതിയിലുള്ളതാണ് എന്ന് നാം പരിശോധിക്കണം. ഒരു മാസമേ കഴിഞ്ഞുള്ളൂ. സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണോ നേട്ടങ്ങളായി നാം കാണുന്നത് അതിനെല്ലാം വിപരീതമായ നിലയാണ്. അതിദാരിദ്ര്യം, അതിനെപ്പറ്റിയൊരു വാചകം പോലുമില്ല. ഇതിനിടയിൽ ഇറക്കിയ ധവളപത്രമുണ്ട്, നയപ്രഖ്യാപനമുണ്ട്, ധവളപത്രമുണ്ട്, ബജറ്റ് രേഖയുണ്ട്. എവിടെയും അതിദാരിദ്ര്യം കാണാനില്ല. ലൈഫ് മിഷൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഒരു പരാമർശവുമില്ല. തുടരില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ വന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യമേഖല, വൈദ്യുതി മേഖല, നമ്മുടെ നാടിൻ്റെ സുപ്രധാനമായ പല മേഖലകൾ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. കൃത്യമായ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ കടലും ആകാശവും സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു.
ഖനനം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഏറ്റവും പ്രധാനം ചങ്ങാത്ത മുതലാളിത്തവുമായുള്ള കൂട്ടുകെട്ടാണ്. ഇതിനെല്ലാം വ്യക്തമായ സൂചനകൾ വന്നു കഴിഞ്ഞു. അതുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ 10 വർഷം മുൻപ് എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിലുണ്ടായിരുന്നോ അതെല്ലാം തിരിച്ചു വരുന്നു എന്ന നിലയും ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത്തരമൊരു കാലത്തെയാണ് നാം നേരിടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ നേതൃത്വവും അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ശക്തികളും കൂടുതൽ കൂടുതൽ വർഗീയത ആളിക്കത്തിക്കാൻ നോക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ വർഗീയതയെക്കുറിച്ചോ സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കുന്നു എന്നതിനെക്കുറിച്ചോ ഏതെല്ലാം കാര്യങ്ങളിൽ സംസ്ഥാനത്തിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് നീങ്ങി എന്നതിനെക്കുറിച്ചോ ഒരക്ഷരം ഈ പറഞ്ഞ ഒരു രേഖയിലും കാണാൻ കഴിയാത്ത ദൗർഭാഗ്യകരമായ അവസ്ഥയും വന്നിരിക്കുന്നു. അപ്പോൾ ഒരു തരം മൃദു സമീപനം ഇതിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്.